നമസ്തേ. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ മാസം ആരംഭിച്ചു. ഒരു വർഷത്തിൽ 2 അയനങ്ങളാണുള്ളത്: ഉത്തരായനം, ദക്ഷിണായനം. ഉത്തരായനം കഴിഞ്ഞ് കർക്കിടക മാസം 1-ാം തീയതിയോടുകൂടി ദക്ഷിണായനത്തിൻ്റെ ആരംഭം കുറിച്ചു. ദക്ഷിണായനത്തിൽ നമ്മൾ മഴ കൂടുതലായിട്ട് പെയ്യുകയും കഫം, പിത്തം, വായു മുതലായിട്ടുള്ള ത്രിദോഷങ്ങൾ കോപിക്കുകയും രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മാസങ്ങളാണ് 2-3 മാസങ്ങൾ. നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം, ഇതിനു മുമ്പുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം ചതുർമാസ വ്രതം ആചരിച്ചിരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഈ സമയത്ത് കൂടുതൽ ഈശ്വരനെ ഭജിച്ചും ഔഷധമൂല്യമുള്ളതായ ആഹാരാദികൾ കഴിച്ചുകൊണ്ടും ജ്ഞാനം നേടാനുള്ള മാർഗത്തിനോട്, മോക്ഷമാർഗത്തിനോട് ഈശ്വരനിലേക്ക് കൂടുതൽ ലയിക്കാനുള്ളതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠനം ചെയ്യാനുള്ള സമയമായിട്ടാണ് പൂർവികരായിട്ടുള്ള ആളുകൾ ഈ ഉള്ള കാലഘട്ടത്തെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ രാമായണം നമ്മൾ പരിശോധിച്ചാൽ 2 വിധത്തിലുള്ളതായ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 വിധമെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനുമാണോ? അല്ല. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും മൂർത്തികളായിട്ടുള്ള 2 വിഭാഗം ആളുകൾ. അസുരനെന്നും സുരനെന്നും പറയുന്ന, ദേവനും അസുരനുമെന്നും പറയുന്ന 2 വിഭാഗം. 2 പേരുടെയും കർമ്മങ്ങൾ 2 വിധത്തിലാണ്. രാമായണത്തിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് ലഭിക്കാനുള്ളതും രാമായണ പാരായണത്തിലൂടെ രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതും ഇതുതന്നെയാണ്. കാരണം രാവണാദികളും രാമാദികളും, രാമൻ, ലക്ഷ്മണൻ മുതലായ ഭരതൻ, ശത്രുഘ്നൻ മുതലായിട്ടുള്ള ദശരഥൻ മുതലായിട്ടുള്ളവരും, അതേപോലെ രാവണാദികളും ദുസ്വഭാവികളായിട്ടുള്ള ശൂർപ്പണഖയും രാവണൻ മുതലായിട്ടുള്ള ആളുകളെയും 2-ാം വിഭാഗത്തിൽ നമുക്ക് പെടുത്താം. ഇത് രണ്ടും തമ്മിലുള്ള 30 ദിവസങ്ങളിൽ 30 കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടെത്തി 15 സൽ കഥാപാത്രങ്ങളും 15 ദുഷ്കഥാപാത്രങ്ങളെയും പറ്റി പഠിച്ചുകൊണ്ട് അവർക്ക് അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. കർമ്മണോഹ്യ ബോധവ്യം ബോധം വ്യഞ്ജവി കർമ്മണ, കർമ്മമേതാണ് അകർമ്മമേതാണ് എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് നല്ല കഥാപാത്രങ്ങളെ അനുകരിക്കാനുള്ള ഒരു നല്ല പൊതുസമൂഹത്തെ ഇന്ന് കാണുന്നതായ മൂല്യച്യുതിയിൽ നിന്നും മോചനം കിട്ടാനായിട്ടുള്ള ഏകമാർഗം ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിൽ നിന്നും കിട്ടേണ്ടതായ സത്തിനെ പുതിയ തലമുറ കഥാരൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആചരിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന് ഇതുകൊണ്ട് ഗുണം കിട്ടുക. ഇപ്പോൾ രാമായണ പാരായണത്തിലൂടെ നമുക്ക് കണ്ടെത്താനുള്ളത് ഈ ഒരു മാർഗമാണ്: സമൂഹ ശുദ്ധീകരണം. അതിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആരെ അനുകരിക്കണം, എന്ത് അനുകരിക്കണം, ഏതായിരിക്കണം നമ്മുടെ ആചാരമാർഗങ്ങൾ മുതലായവയെല്ലാം തീരുമാനിക്കാനുള്ള ഒരു ഇച്ഛാശക്തി പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കിയെടുക്കലാണ് രാമായണ മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിത്യേന ഒരു പേജെങ്കിലും രാമായണം പാരായണം ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ് കുട്ടികളിൽ വളർത്തിയെടുക്കാനും രാമായണ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള കഥകൾ 5 വയസ്സ് മുതൽ മുകളിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും രക്ഷകർത്താക്കൾ തയ്യാറാകണം. അപ്പോഴാണ് നമ്മുടെ രാമായണ മാസം ആചരണം പൂർണ്ണമായി തീരുക. എല്ലാവരും രാമരാജ്യമെന്ന് പറയുമ്പോൾ ധർമ്മത്തിൻ്റേതായ ധർമ്മോ രക്ഷതി രക്ഷിത, ധർമ്മത്തെ നമ്മൾ രക്ഷിക്കാൻ സാധിച്ചാൽ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്ന സന്ദേശമാണ് രാമായണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. രാമായണത്തിലൂടെ രാമനാമം ജപിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീരാം. രാമായണത്തെ പറ്റിയുള്ള വിവരണം തന്നത് ഭാഗവതാചാര്യൻ ഭാഗവതശ്രീ കേശവദാസ്. എല്ലാവർക്കും നന്മയും ആയുരാരോഗ്യ സൗഖ്യവും ശ്രീരാമചന്ദ്രാദികളുടെ അനുഗ്രഹവും ലഭിക്കട്ടെ. ജയ് ശ്രീരാം.